ഹായ് ഓൾ, കെംസെറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ MCQസും റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഈസ് മെഷേർഡ് ബൈ റാറ്റ്സ്-കാംഫർ മെത്തേഡ്. ഓപ്ഷൻ ബി ബെക്മാൻസ് മെത്തേഡ്. Option C, both A and B. Option D, none of the above. Correct answer is option C, both A and B. ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അത് ഏതൊക്കെയാണ്? റാറ്റ്സ്-കാംഫർ മെത്തേഡും ബെക്മാൻസ് മെത്തേഡും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, effect of adding a non-volatile solute to a solvent is option A, to lowering of vapor pressure. Option B, to increases the freezing point. Option C, to increases the boiling point. Option D, to decreases the osmotic pressure. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. എന്താണ്? പ്യുവർ സോൾവെന്റിലേക്ക് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ വേപ്പർ പ്രഷറിന് എന്ത് സംഭവിക്കുന്നു? വേപ്പർ പ്രഷർ ലോവർ ചെയ്യുകയാണ്. അതായത് വേപ്പർ പ്രഷർ എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. അതേസമയം ബോയിലിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കുകയാണ്? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇൻ എ സൊല്യൂഷൻ, the following are in equilibrium. Option A, liquid solvent and solid solvent. Option B, liquid solvent and solid solute. Option C, liquid solute and solid solute. Option D, none of the above. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് നോക്കിയാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? അതായത് ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ലിക്വിഡ് ആസ് വെൽ ആസ് സോളിഡ് സ്റ്റേറ്റ് ഹാവ് എ സെയിം വേപ്പർ പ്രഷർ, ഇല്ലേ? അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഉള്ള വേപ്പർ പ്രഷറും അത് സോളിഡ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ ഉള്ള വേപ്പർ പ്രഷറും ഇക്വിലിബ്രിയത്തിലാകുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് സോൾവെന്റിന്റെ കേസിൽ. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ, ലിക്വിഡ് സോൾവെന്റ് ആൻഡ് സോളിഡ് സോൾവെന്റ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ വേപ്പർ പ്രഷറുമാണ് എടുത്തിരിക്കുന്നത്. നോക്കുക, ഈ ലിക്വിഡ് സോൾവെന്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് അയാൾ എന്ത് ചെയ്യും? അയാൾ ഫ്രീസ് ചെയ്യും, അല്ലേ? ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ലിക്വിഡിന്റെ, അതായത് സോൾവെന്റിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറും ഈ സോൾവെന്റിന്റെ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴുള്ള വേപ്പർ പ്രഷറും ഇക്വിലിബ്രിയത്തിലാകും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് എന്താ T0F എന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നോക്കുക, സൊല്യൂഷൻ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് അയാളും എന്ത് ചെയ്യും? ലിക്വിഡിൽ നിന്നും സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ ലിക്വിഡിന്റെ വേപ്പർ പ്രഷറും, അതായത് സൊല്യൂഷൻ ലിക്വിഡ് ആയിരിക്കുമ്പോൾ ഉള്ള വേപ്പർ പ്രഷറും ഈ സൊല്യൂഷൻ സോളിഡ് സ്റ്റേറ്റിലേക്ക് ആകുമ്പം ഉള്ള ആ സോളിഡിന്റെ വേപ്പർ പ്രഷറും ഇക്വിലിബ്രിയത്തിലാകും. ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറാണ് TF. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ TF. അതായത് ഈ ഡെൽറ്റ TF തന്നെയാണ് എന്ത്? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. എന്താ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when sugar is added to water, what is the change observed in boiling point and freezing point of water? Option A, boiling point increases and freezing point decreases. Option B, boiling point decreases and freezing point increases. Option C, both boiling and freezing point decreases. Option D, both boiling and freezing point increases. അതായത് വാട്ടറിലേക്ക് നമ്മൾ ഷുഗർ ആഡ് ചെയ്യും. ഷുഗർ ആഡ് ചെയ്യുമ്പം അവിടെ ബോയിലിംഗ് പോയിന്റിന് എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും, അല്ലേ? അതേസമയം ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യാണ്, അല്ലേ? ഇൻ ദ ഗിവൺ ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസസ്. Depression of freezing point for diluted solution is directly proportional to molality.
അതിൽ ഡെൽറ്റ ടി എഫ് മൊളാലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം കോൺസ്റ്റന്റ് ഏത് കോൺസ്റ്റന്റ് ആണ്? കെ എഫ് അല്ലേ. ഈ കെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ഈസ് ഓപ്ഷൻ എ 1.2 Kelvin kilogram per mole, option B 2.25 Kelvin kilogram per mole, option C 1.86 Kelvin kilogram per mole, option D 1.56 Kelvin kilogram per mole. Correct answer option C 1.86 Kelvin kilogram per mole. Next question, unit of cryoscopic constant. Option A Kelvin kilogram mole, option B Kelvin per kilogram mole, option C Kelvin per kilogram per mole, option D Kelvin kilogram per mole. Correct answer option D ആണ്, Kelvin kilogram per mole. Next question, which chemical is used for clearing snow on the road? Option A CaCl2, option B NaCl, option C both the A and B, option D none. Correct answer option C A and B ആണ്. അതായത് sodium chloride or calcium chloride depress the freezing point of water to such extent that it cannot freeze to form ice. അതായത് ഈ സോഡിയം ക്ലോറൈഡ് ആണെങ്കിലും കാൽസ്യം ക്ലോറൈഡ് ആണെങ്കിലും എന്താണ്, വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിന്റിനെ ഡിപ്രസ് ചെയ്യുന്നു. അങ്ങനെ ഐസ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി അവിടെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഓസ്മോട്ടിക് പ്രഷർ പഠിക്കാനുണ്ട്. ഇനി ഇപ്പോൾ പഠിച്ച ഡിപ്രഷൻ ഓഫ് ഫ്രീസിങ് പോയിൻ്റ് കാൽക്കുലേഷൻ ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്. അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.